വെൽക്കം ബാക്ക് ടു എംഫൈസ്. ഇന്ന് എംഫൈസ് കിച്ചണിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫിഷ് റെസിപ്പിയാണ്. നല്ലൊരു നാടൻ മസാലയിൽ അയല ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. വേഗം തന്നെ നമുക്ക് നമ്മുടെ റെസിപ്പി വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ അയല ഫ്രൈക്ക് ആദ്യം വേണ്ടത് അയലയാണ്. ഒന്ന് വരഞ്ഞു വെക്കാം. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് കുരുമുളക്, നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. പിന്നെ എരിവിനാവശ്യമായ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് കുറച്ച് കുഞ്ഞുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്. ഇനിയൊന്നുമില്ല, ഒരു ജാർ എടുക്കുക. അതിലേക്ക് നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസിനെ എല്ലാം ഇട്ട് നല്ലതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കുക. വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാല നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വരഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ അയലയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാലയ്ക്കൊപ്പം കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്യാം. ആദ്യം മസാല നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി വേണ്ടത് കുറച്ച് വിനാഗിരിയാണ്. ലെമൺ ജ്യൂസ് ആയാലും മതി. ഇനി നല്ലതുപോലെ നമുക്കിതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് കുറഞ്ഞതൊരു 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നമ്മുടെ അയല ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് പാനിലേക്ക് ആവശ്യത്തിന് എണ്ണയും കുറച്ച് ഫ്രഷ് ആയിട്ട് കറിവേപ്പിലയുമാണ് ഇട്ട് കൊടുക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ വരഞ്ഞ് നല്ല മസാലയിൽ നല്ല മാരിനേറ്റ് ആയിട്ടുള്ള നമ്മുടെ അയല ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം നമുക്ക് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഒന്ന് മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് നല്ലതുപോലെ നമുക്ക് അയല ഒന്ന് മൊരിയിച്ചെടുക്കാം. കുറച്ച് വലിയ അയല ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും. അടച്ചു വെച്ച് 2 സൈഡും നല്ലതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ല ചൂട് ചോറും ഒരു മോരുകറിയും നമ്മുടെ ഈ അയല ഫ്രൈയും നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. എന്നത്തെയും പോലെ ഇന്നത്തെ ഈ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.